വൈ മിസ്റ്റർ ആർ ജെ ബാലാജി വൈ? എന്ത് കിടിലം ഫസ്റ്റ് ഹാവാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ഓളത്തിൽ നല്ല രസകരമായിട്ട് കാണുന്ന ഒരു കീട്ടുക്കാച്ചി ഫസ്റ്റ് ഹാഫാണ് സിനിമയിൽ. ആർ ജെ ബാലാജി ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്യുവർ മാസ് മസാല ഫാന്റസി ആക്ഷൻ എന്റർടൈനർ ഫോർ ഓൾ സൂര്യ ഫാൻസ്. പക്ഷെ ഇത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ. അങ്ങനെയാണ് സൂര്യനെ പോലും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ കീടിലനായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്വാഗ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ലുക്ക്, ആ ഒരു ബോഡി, കംപ്ലീറ്റ്ലി എല്ലാം കൊണ്ട് സൂര്യനെ കാണാൻ ഒരു രക്ഷയില്ല. നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല സൂര്യ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അത്ര രസത്തോടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സൂര്യയുടെ എൻട്രി ആണെങ്കിലും പിന്നീട് നടക്കുന്ന ഓരോ നിമിഷങ്ങളാണെങ്കിലും സിനിമയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര രസകരമായിട്ട് നറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാത്ത സാധനം നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ല്, ആ ഒരു എക്സൈറ്റ്മെന്റ്, അങ്ങനെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു കൊച്ചു കുട്ടിയെ പോലെ ഞാൻ എൻജോയ് ചെയ്തു. അനിരുദ്ധ് രജനികാന്തിനും വിജയ്ക്ക് വേണ്ടി ഇറക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സെലിബ്രേഷൻ എലിവേഷൻ കൈൻഡ് ഓഫ് മ്യൂസിക് ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ് സായി ചെയ്ത് വെച്ചിരിക്കുന്നത്. സായിക്ക് ഓഡിയൻസിനെ കറക്റ്റായിട്ട് അറിയാം, അതേപോലെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. സായ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ സിനിമയിൽ കുറെ നിമിഷങ്ങളിൽ സിനിമ പോകുന്നുണ്ടെങ്കിൽ, കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സായയുടെ മ്യൂസിക് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഫെസ്റ്റീവ് മോഡിലാണ് ഈ സിനിമ ഇരുന്ന് ഫസ്റ്റ് ഹാഫിൽ ഇരുന്നിങ്ങനെ എൻജോയ് ചെയ്യുക. അങ്ങനെ ഇരിക്കുകയും ഈ സിനിമയുടെ ഇന്റർവെൽ പോർഷൻ ആവുകയാണ്. ഗോഡ് മോഡ് ബിഗിൻസ് എന്ന് എഴുതി കാണിക്കുകയാണ്. അപ്പൊ ഇന്റർവെൽ പോലും വേണ്ട, അടുത്ത സംഭവത്തിലൂടെ കടക്കാനാണ് നമുക്ക് ആഗ്രഹം വരുള്ളൂ. അത്ര എക്സൈറ്റ്മെന്റിലാണ് ഇനി എന്ത് സംഭവിക്കാൻ പോണെന്നൊരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിലൂടെ കടക്കുമ്പോൾ എന്താണ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ അങ്ങ് ഇറങ്ങി പോയായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനത്തെ ഒരു സെക്കൻഡ് ഹാഫാണ് സിനിമയിൽ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ എല്ലാം ഉണ്ട്. നമ്മൾ ഇരുന്ന് എൻജോയ് ചെയ്ത് ഫെസ്റ്റീവായിട്ട് ഒരു ഫെസ്റ്റിവൽ പോലെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സംഭവം ഒക്കെ, അതേപോലെ സൂര്യ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ സാധനവും ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് മാത്രം ആണ് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത്രയും കിടിലൻ ഫസ്റ്റ് ഹാഫ്, അത്ര എൻജോയ് ചെയ്തൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ എന്താ പറയണമെന്ന് അറിയില്ല. ആ ഒരു സെക്കൻഡ് ഹാഫിന് ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കിടിലാണ്, ആ ഒരു സൂപ്പർ മോഡ് തന്നെ പോണത്. പിന്നീട് ആ ഗോഡ് മോഡ് പാട്ടൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചും കൂടെ അടിപൊളി, ഫാൻസ് ഒക്കെ ഇരുന്ന് കാണുവാണല്ലേ, എല്ലാവരും തുള്ളത് കാണാം. അത്രയും കിടിലായിട്ടാണ് ഗോഡ് മോഡ് പാട്ട് അവർ പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ പാട്ടിന് ശേഷം ആർ ജെ ബാലാജിക്ക് എന്താ പറ്റിയെന്നറിയില്ല, അവിടെ മേരെ ആൾക്കൊരു ഐഡിയ ഉണ്ടായി. പിന്നീട് ആൾക്ക് ഒരു രീതിയിലും ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് നറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമയുടെ ആ ഒരു പാട്ടിന് ശേഷമുള്ള ഒരു പോക്ക്. അപ്പോഴും എൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ, നമ്മുടെ ലോകേഷിന്റെ സിനിമയാണെങ്കിലും മിക്ക സിനിമകൾ നോക്കിയാൽ പോലും സെക്കൻഡ് ഹാഫിൽ ഡിപ്പ് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഡിപ്പ് വന്നിട്ട് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴാണ് ഒന്ന് ലിഫ്റ്റായി വരുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമയും സെക്കൻഡ് ഹാഫ് ഒന്ന് കണ്ടത്. കുറച്ച് ലാഗ് അവിടെ ഉണ്ടാവും, പിന്നീട് ശരിയാവുമായിരിക്കും. പക്ഷെ എവിടെ ശരിയാവണ്, ഒരു ശരിയാവലുണ്ടായില്ല. ആ അതേ അവസ്ഥയിൽ തന്നെ അവസാനം വരെ ഈ സിനിമ പോയി. എസ്പെഷ്യലി സിനിമയുടെ ക്ലൈമാക്സ് എന്ത് തരത്തിലുള്ള ഒരു അവസ്ഥ അവർ അപരാധമായിട്ട് എനിക്ക് തോന്നി. സത്യം പറയാലോ, ചിലപ്പോൾ ആ ഒരു ക്ലൈമാക്സിലെ ആ ഒരു സംഭവമൊക്കെ അത് പവർ പാക്ട് തിയേറ്റേഴ്സിലൊക്കെ സൂര്യ ഫാൻസിനൊപ്പം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ അതെനിക്ക് ഒരു രീതിയിലും കണക്ട് ആയില്ല. ഒരു കാന്താര ടൈപ്പ് സാധനം ഒക്കെയാണ്. എനിക്ക് ഋഷഭ് ഷെട്ടിനെ കളിയാക്കി പോലും ഫീൽ ചെയ്തു. സൂര്യ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തിനാ അത് ചെയ്തത് ഞാൻ ആലോചിച്ചു. എന്തിനാ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്ന് ഞാൻ ആലോചിച്ചു പോയി. പിന്നെ അതേപോലെ വേറെയും ഒരു റെഫറൻസ് ഉണ്ട്, അതും ഒരു രീതിയിലും വർക്കായില്ല. ആ ആദ്യത്തെ ലുക്കിൽ തന്നെ അവസാനം വന്നാൽ മതി എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഏതായാലും ക്ലൈമാക്സ് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിട്ട് തോന്നി. അതുവരെ എങ്ങനെയാണ് കണ്ണങ്ങനെ ഇരിക്കുകയായിരുന്നു, പക്ഷെ അവസാനത്തെ ഒരു സാധനത്തിലൂടെ കംപ്ലീറ്റ്ലി എൻ്റെ മൂഡ് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ സിനിമ ഫസ്റ്റ് ഹാഫാണ് എൻ്റെ മനസ്സിൽ. ഫസ്റ്റ് ഹാഫ് തന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, വേണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ ഒന്നും കൂടെ പോയി കാണും. ഇപ്പോൾ ഒരു 150 രൂപ ടിക്കറ്റ് ആണെങ്കിൽ 75 രൂപ കൊടുത്ത് ഫസ്റ്റ് ഹാഫ് വീണ്ടും കാണും. അത്രയും കിടിലും ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സിനിമയുടെ. ആൻഡ് ഈ സിനിമ കാണുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഒന്ന്, ഈ സിനിമയുടെ കിടിലും ഫസ്റ്റ് ഹാഫ്, സായ ഭയങ്കര മ്യൂസിക്, പിന്നെ നമ്മുടെ സൂര്യയുടെ സ്വാഗ്, സ്ക്രീൻ പ്രസൻസ്, ലുക്ക്. അവസാനത്തെ ലുക്ക് മാത്രം ഞാൻ ഒന്ന് കണ്ണടക്കുക, ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി സൂപ്പറാണ്. പിന്നെ ഇതിന്റെ ആക്ഷൻ സീക്വൻസിൽ സൂര്യ ചെയ്യുന്നില്ല. സൂര്യ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ പറക്കുക. മോസ്റ്റ്ലി ആക്ഷൻ സീക്വൻസിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. പക്ഷെ അപ്പോഴും കംപ്ലീറ്റ്ലി ആ ഒരു ഫൈറ്റ് സീക്വൻസ് അവര് സെറ്റ് ചെയ്ത രീതി, ആ ഒരു സെറ്റ് ആണെങ്കിലും പിന്നെ അതിന്റെ ലൈറ്റിങ്ങും അതിന്റെ കളറിങ്ങും ആ ഒരു ഫാന്റസി രീതിയിലുള്ള സെറ്റപ്പ്, അതെല്ലാം കിടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റ് എങ്ങനെയും ആയിക്കോട്ടെ, നമ്മളത് ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്ത് കണ്ടിരിക്കും. ആ ഒരു നിമിഷം നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടിരിക്കും. പിന്നെ അതേപോലെ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഗംഭീരമായിരുന്നു. ഇതിന്റെ എഡിറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് വെരി വെൽ എഡിറ്റഡ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആർ ജെ ബാലാജി കൈവിട്ട് പോയതോടെ ആ എഡിറ്ററിനും പിന്നെ ഒരു ഐഡിയ ഉണ്ടായില്ല. ആ എഡിറ്ററും അതേപോലെ തന്നെ ആൾക്ക് അറിയണ പോലെ ആൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ
തൃഷയാണ് ഇതിലെ നായിക. തൃഷ ഒരു എന്താ പറയുക, ഇതിനകത്ത് റൊമാൻസ് ഇല്ല, ലവ് ആംഗിൾ ആ സെറ്റപ്പ് ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ തൃഷ സ്ക്രീൻ ടൈം ഉണ്ട്, അഭിനയം എന്നൊന്നും പറയാനില്ല, എന്തോ കാണിച്ചിട്ടുണ്ട്, ഇടക്കുറച്ച് ഓവറായിട്ടെന്ന് തോന്നി. പിന്നെ നമ്മുടെ ആർ ജെ ബാലാജിയാണ് സിനിമയുടെ ഡയറക്ടർ. ആർ ജെ ബാലാജി ഇതിനകത്ത് വില്ലൻ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. കിടിലൻ വില്ലൻ ക്യാരക്ടർ ആയിരുന്നു, ഒരു വെരി വെൽ റിട്ടൺ വില്ലൻ ക്യാരക്ടർ. എനിക്ക് ഇടയ്ക്ക് തോന്നിയത് ആർ ജെ ബാലാജിക്ക് തന്നെയാണ് ഇതിനകത്ത് കൂടുതൽ സ്ക്രീൻ ടൈം എന്നാ സൂര്യനെ ഇടയ്ക്ക് കാണാറും പോലും ഇല്ല. അതേപോലെ നല്ല കിടിലൻ വില്ലനായിരുന്നു, നല്ല കട്ടക്കുള്ള സാധനം. അത് വേണമല്ലോ, ഒരു ഹീറോ വില്ലൻ സെറ്റപ്പ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. പിന്നെ ഇതിലൊരു കൂട്ടം മലയാളി ആക്ടേഴ്സ് ഉണ്ട്. ഇന്ദ്രൻസ്, അനഘ രവി. ഇന്ദ്രൻസ് നന്നായിരുന്നു. എനിക്ക് അവരുടെ ആ ഒരു പോർഷൻസിലാണ് ആ ഒരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്തത്. അവരുടെ ആ ഒരു പോർഷൻസ് ഫസ്റ്റ് ഹാഫിലൂടെ തീരും, അതേപോലെ സിനിമയുടെ ഇമോഷണൽ കണക്റ്റും ഫസ്റ്റ് ഹാഫിലൂടെ തീരും. ഇന്ദ്രൻസ് നന്നായിരുന്നു. അനഘ രവി കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഓവർ എക്സ്പ്രഷൻ ഇടുന്നുണ്ടെന്നോ ഒരു സംശയം ഉണ്ടായി. പിന്നെ അതേപോലെ ഇന്റൻസ് ഭാഗത്തൊക്കെ ഇടയ്ക്ക് കൊള്ളാം, ഇടയ്ക്ക് ആ മുഖത്ത് ആ ഒരു നമുക്ക് ആ ഇമോഷൻ ഫീൽ ചെയ്യുന്നില്ല അനഘയുടെ പെർഫോമൻസിൽ നിന്ന് അങ്ങനെ. പിന്നെ അതേപോലെ ശിവതയ്ക്ക് വലിയ കുഴപ്പമുണ്ടായില്ല, ആ ഒരു റോള് അത്യാവശ്യം ഇമോഷണലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ സൂര്യ ഫാൻസിന് തൃപ്തിപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. സൂര്യ ഫാൻസ് നന്നായിട്ട് എൻജോയ് ചെയ്യും. അല്ലാത്തവർക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അടിപൊളിയായിട്ട്, അത് ലോജിക്കൊന്നും ഉപയോഗിക്കരുത്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് ലോജിക്ക് ഉപയോഗിക്കേണ്ടി വരും, അമ്മാതിരി രീതിയിലുള്ള സാധനങ്ങളെ കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ലോജിക്ക് ഉപയോഗിക്കാൻ അധികം വരില്ല. അത്രയും അത് അങ്ങനത്തെ ഒരു ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതൊരു സർപ്രൈസിങ് സംഭവമാണ്, അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. ഏതായാലും എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് പടം. സിനിമ ഫസ്റ്റ് ഹാഫ് കൊള്ളാവുന്നതുകൊണ്ട് ആവറേജ് പടം. എന്നാലും ആർ ജെ ബാലാജിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് കൊടുത്ത് സെക്കൻഡ് ഹാഫിലോട്ടൊന്ന് എഴുതായിരുന്നു. ബിക്കോസ് സെക്കൻഡ് ഹാഫ് ആണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നുന്നത്. ഏതായാലും കാണുക, മിസ് ചെയ്യണ്ട. അത്രയും തകർന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തല്ല. ഒരു ആവറേജ് വൺ ടൈം വാച്ച്. സൂര്യക്ക് വേണ്ടി കാണാം, അതേപോലെ സായിയുടെ മ്യൂസിക് എൻജോയ് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ എല്ലാവരോടൊപ്പം കാണാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്കിത് പേഴ്സണലി ഫീൽ ചെയ്ത്. കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അബി റിവ്യൂസ്.